നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല കലോത്സവവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലായതാണ്. ആദ്യം പേരുമായി ബന്ധപ്പെട്ട്, അതിനുശേഷം അവിടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, അവരുടെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച്, SFI യൂണിയൻ നേതൃത്വം നൽകുന്ന SFIയുടെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച്, അവിടേക്ക് KSUക്കാരെ പ്രോഗ്രാം കാണാൻ പോലും എത്താത്തതിനെ സംബന്ധിച്ച്, കേരള യൂണിവേഴ്സിറ്റി കലോത്സവം അടിയും പിടിയും കാരണം പകുതി വഴിക്ക് വെച്ച് നിർത്തേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച്, അതിനുശേഷം കോഴ ആരോപണത്തെക്കുറിച്ച്, അതിനുശേഷം ഇപ്പോൾ കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് ഒരു വിധികർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് SFI ഈ വിഷയത്തിലെല്ലാം പ്രതിക്കൂട്ടിൽ തന്നെയാണ്. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന യൂണിയൻ അസാധുവാക്കും എന്നുള്ളതാണ്. വിധികർത്താവിന്റെ മരണത്തിൽ ശക്തമായ നടപടിയുമായി കേരള സർവകലാശാല വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ ആരോപണത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിൽ ഇടപെടൽ നടത്തുകയാണ് കേരള സർവകലാശാല. ഇപ്പോൾ നിലവിലെ സർവകലാശാല യൂണിയൻ അസാധുവാക്കാനാണ് അധികൃതരുടെ തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഭവങ്ങളിൽ ശക്തമായ നടപടിയെടുക്കാനും തീരുമാനമുണ്ട്. സംഭവങ്ങളിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട പോലീസിന് കേരള സർവകലാശാല അധികൃതർ കത്തും നൽകും. നിലവിലെ സർവകലാശാല യൂണിയൻ അസാധുവാക്കും. പഴയ ജനറൽ ബോഡിയാണ് യൂണിയൻ രൂപീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ മാസം പുതിയ ജനറൽ ബോഡി നിലവിൽ വന്നു കഴിഞ്ഞു. കാലാവധി പുതുക്കണമെന്ന യൂണിയന്റെ ആവശ്യം വൈസ് ചാൻസലർ തള്ളുകയും ചെയ്തു. സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർക്ക് യൂണിയന്റെ ചുമതലയും കൈമാറും. കേരള സർവകലാശാല കലോത്സവത്തിൽ കോഴ വാങ്ങി ഫലം അട്ടിമറിച്ചെന്ന ആരോപണം നേരിട്ട മുഖ്യപ്രതിയായ PN ഷാജി കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത്. നിരപരാധിയാണെന്നും കോഴ വാങ്ങിയിട്ടില്ലെന്നും രേഖപ്പെടുത്തിയ ഷാജിയുടെ ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. PN ഷാജി ആത്മഹത്യ ചെയ്തതിന് കാരണം SFI ആണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിക്കുന്നുണ്ട്. വിധികർത്താവിന്റെ മരണത്തിന് SFI ആണ് ഉത്തരവാദിയെന്ന് ആരോപിച്ച് ABVPയും രംഗത്തെത്തിക്കഴിഞ്ഞു. കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴ കേസിൽ കുറ്റാരോപിതനായ വിധികർത്താവ് PN ഷാജി ആത്മഹത്യ ചെയ്തതിന് കാരണം SFI ആണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിക്കുക മാത്രമല്ല, പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിലുപരി ഇപ്പോൾ അയാളുടെ കത്തും പുറത്തു വരുന്നുണ്ട്. ആ കത്തിൽ വളരെ കൃത്യമായി തന്നെ ഇടിമുറിയിൽ കൊണ്ടുപോയി ഇടിച്ചതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കലോത്സവവുമായി ബന്ധപ്പെട്ട കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് താൻ അങ്ങനെ കോഴ വാങ്ങിയിട്ടില്ല എന്നും, അവർ പറഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജിന് സമ്മാനം നൽകാത്തതാണ് ഇവരെ പ്രകോപിപ്പിച്ചതെന്നും പറയുന്നു. വിധികർത്താക്കളെ SFIക്കാർ മുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. ഈ മർദ്ദനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. സിദ്ധാർത്ഥന്റെ മരണമുണ്ടാക്കിയ ഒരു പ്രതിസന്ധികളും, ആ മരണമുണ്ടാക്കിയ ഒരു പ്രശ്നങ്ങളും SFIക്കാരുടെ കണ്ണിൽ ഇന്നും ആ കണ്ണ് തുറപ്പിക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷാജി ആത്മഹത്യ ചെയ്തത് ക്രിമിനലുകളിൽ നിന്നും രക്ഷ നേടാനാണ് എന്നും പറയപ്പെടുന്നു. ഏതായാലും കേരളത്തെ രക്ഷിക്കണം എന്ന ആവശ്യം പല മാതാപിതാക്കളും ഉന്നയിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തെ രക്ഷകർത്താക്കളുടെ ഭീതി ഇപ്പോൾ അനുദിനം വർദ്ധിക്കുകയാണ്. പലർക്കും കുട്ടികളെ കോളേജിലേക്ക് അയക്കാൻ പോലും കഴിയുന്നില്ല. അവർക്ക് പേടിയാണ്. SFIക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെടുന്നത്. ഏതായാലും കേരളത്തിലെ വിദ്യാർത്ഥികളെ കോളേജിൽ അയക്കാൻ ഇനി മാതാപിതാക്കൾ വലിയ ബുദ്ധിമുട്ടിലാകും. അതിന് മാതാപിതാക്കൾ ഒരിക്കലും ശ്രമിക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ തന്നെ നിലവിൽ നമ്മുടെ കുട്ടികളൊന്നും കേരളത്തിലല്ല പഠിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള കുട്ടികളൊക്കെ വിദേശ സർവകലാശാലകളും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വളരെ കുറച്ച് കുട്ടികളാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ പഠിക്കുന്നത്. അതുമാത്രമല്ല, പല ക്യാമ്പസുകളിലും പല കോഴ്സുകളുടെയും എത്ര അംഗങ്ങൾ വേണോ അത്രയും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയുമാണ്. അതിന്റെ പകുതി പോലും സീറ്റുകളിൽ കുട്ടികളില്ല എന്ന അവസ്ഥയാണുള്ളത്. അപ്പോൾ SFIക്കാരുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടിയാകുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മർദ്ദനമുറകൾ, ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ ക്യാമ്പസുകളിൽ അഴിഞ്ഞാടുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇനി ഒന്നുമില്ലാത്ത രീതിയിൽ, കേരളത്തിലെ വിദ്യാഭ്യാസം വളരെ മികച്ചതാണെന്നൊക്കെയാണ് പറയുന്നത്, ഏതായാലും കോളേജിൽ പോയി പഠിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. SFI ക്രിമിനലുകൾക്ക്, കുറച്ച് ക്രിമിനലുകൾ ഉണ്ടെങ്കിൽ ആ ക്രിമിനലുകൾക്ക് അവിടെ എത്താനും അവിടെ പഠിക്കാനും അവർക്ക് സൗകര്യമായി മാർഗതിരുത്താനും മാർഗിടാനും ഒക്കെ പറ്റുന്ന സാഹചര്യമാണ് സർവകലാശാലകളിലുള്ളത്. ഗവർണർ സർവകലാശാലകളുടെ വിഷയത്തിൽ ഇടപെടുന്നത് കൊണ്ടാണ് കുറച്ചെങ്കിലും അല്പമെങ്കിലും ഇപ്പോഴെങ്കിലും സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ചില തീരുമാനങ്ങളെങ്കിലും ഉണ്ടാകുന്നത്. അത് വളരെ ആശ്വാസകരമാണ്. കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ആശയും പ്രതീക്ഷയും ഒക്കെ ഇപ്പോൾ ഗവർണറാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.